ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മളിന്നേ വീടിൻ്റെ അടുത്ത് വന്നതാട്ടോ. പുതിയ വീട് പണി നടക്കുന്നിടത്ത് ആസാരി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മളെ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിലിൽ നോക്കാൻ, അതിന് പിടിയൊക്കെ മരത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കാൻ വന്നതാട്ടോ. അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുകയും വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനും ഇതിനൊക്കെ വന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റുകളും ഒന്ന് ചെയ്യണേ. അത് നിങ്ങളെ അടുത്ത് അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലും. ഓക്കെ, മുറ്റത്തിൻ്റെ ലെവലിംഗ് ഒക്കെ കഴിഞ്ഞു. ഇന്നത്തോടെ തീർന്നു. നല്ല വെയിലാണ് കേട്ടോ. നല്ല രാത്രി 2 മണിയായിരിക്കണം ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ. പണിക്കാർ മുറ്റത്തിൻ്റെ പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്യാനും കാര്യത്തിനൊക്കെ മണ്ണൊക്കെ മാറ്റി റെഡിയാക്കാൻ. അപ്പോൾ രാത്രി 2 മണിക്കാണ് പോയത്. 10 മണിക്ക് വന്നിട്ട് 10 മണിക്ക് പണിക്കാർക്ക് ഫുഡും കൊണ്ട് വന്നതായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചുറ്റുഭാഗവും ലെവൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് കൂടുതൽ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് എനിക്കൊരു ചെറിയ അടുക്കളത്തോട്ടം, വല്ല പച്ചമുളകോ വഴുതനങ്ങേ തക്കാളി തയ്യോ ഒക്കെ വെക്കണമെങ്കിൽ കുറച്ച് സ്ഥലം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഏരിയ ഇവിടെ വിട്ട് വെച്ചൊക്കെ അവിടെ കുറച്ച് കൂടുതൽ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട്. ലെവൽ ചെയ്യുമ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്ത് വിടാൻ. ഇത് കിച്ചൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ. ഇവിടെ ഒന്ന് കോൺക്രീറ്റ് ചെയ്തിട്ട് 2 ഷീറ്റ് ഇറക്കിയിട്ട് നമുക്ക് ഇത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അലക്ക് കല്ല്, ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ കാര്യമുണ്ടെങ്കിൽ 2 കല്ലിട്ടിട്ട് നമുക്ക് അടുപ്പൊക്കെ വെക്കണമെങ്കിൽ ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ ഈ ഒരു പാർട്ട്. ഇത് കിച്ചനോട് വർക്ക് ഏരിയനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ്. ഇത് കണ്ടോ, മണ്ണൊക്കെ ലെവൽ ചെയ്ത് കഴിഞ്ഞു. ഇവിടുത്തെ തള്ളുവണ്ടി ഇന്നലെ മണ്ണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. അത് ഇപ്പോൾ ഒന്ന് ആൾ വരും കൊണ്ടുപോകാൻ. വാടകയ്ക്ക് കൊണ്ടുവന്ന് വെച്ചതാട്ടോ. അതിപ്പോൾ 4-5 ദിവസമായി. ഇനി അത് കൊടുത്ത് ഒരു വാടക കൊടുക്കണം. ഒരു വൈകാരം പറഞ്ഞിട്ടുണ്ട്, വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകാൻ. അതുപോലെ സെപ്റ്റി ടാങ്കിൻ്റെ കുഴിയൊക്കെ പടുത്ത് കഴിഞ്ഞു. ഇനി ഇതിന് മുകളിൽ വാർത്ത് ഇടണം. വേറെ ഒരെണ്ണം ഉള്ളത് റിങ് ഇറക്കിയേക്കേനി, അത് ഏതായാലും മൂടിയിട്ടിട്ടുണ്ട്. അങ്ങനെ 2 കുഴിയായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ. നല്ല വെയിലാണ്, നോമ്പും. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓട്ടോ കിട്ടിയിട്ട് വേണം എനിക്ക് പോകണമെങ്കിൽ. ഓക്കെ, പിന്നെ കാണാം കേട്ടോ.